ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ വ്ളോഗിങ്ങിന് വേണ്ടി ഒരു ക്യാമറ വാങ്ങി, ഒരു ആക്ഷൻ ക്യാമറ. അപ്പം അതിൻ്റെ ഒരു അൺബോക്സിംഗ് എന്ന് പറയാം. DJIയുടെ ഓസ്മോ പോക്കറ്റ് 3 എന്ന ഒരു ക്യാമാണ്. ഇതാണ് ആ ക്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ പാക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ 2 ബോക്സായിട്ട് വരുന്നുണ്ട്. ഒരു കോംബോ പാക്ക്, ഒന്ന് നോർമലായിട്ടുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കോംബോ പാക്കാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ്. ഓക്കെ, റിവ്യൂ ഒന്നുമില്ല, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ഈ DJI ഓസ്മോ പോക്കറ്റ് 3 ഈ ക്രിയേറ്റർ കോമ്പോൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ 2 ബോക്സിലായിട്ട് മീൻസ് ഓസ്മോ പോക്കറ്റ് 3 2 ക്രിയേറ്റർ കോംബോ നോർമൽ ക്യാമറയായിട്ടും വരുന്നുണ്ട്. അതായത് ക്യാമറ മാത്രമുള്ള സെറ്റും വരുന്നുണ്ട്. ഇത് കോംബോ ആണ്, കോംബോ പാക്കാണ്. ഓക്കെ, അങ്ങനെ 2 പാക്കിങ്ങിലാണ് വരുന്നത്. ഞാൻ കോംബോ പാക്കാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ കോംബോ എടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് വേറെയും കിട്ടും. 3 ഐറ്റംസ് കിട്ടും. 12 ഐറ്റംസ് ആണ് ഇതിനുള്ളിലുള്ളത്. മറ്റേ നോർമൽ ബോക്സ് വാങ്ങുകയാണ് നമുക്ക് ക്യാമറ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റംസൊക്കെ വീണ്ടും വാങ്ങണമെങ്കിൽ ഒരുപാട് കാശ് വരും. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് കാണിച്ചു തരാം. ഇതിലിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 12 ഐറ്റം. ക്യാമറ, അതിൻ്റെ കവറ്, ഒരു മൈക്ക് വരുന്നുണ്ട്, മൈക്കിൻ്റെ ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്, കൂടാതെ അതിൻ്റെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്, ഇതിൻ്റെ എക്സ്ട്രാ ബാറ്ററിയുള്ള ഹാൻഡിൽ വരുന്നുണ്ട്, ട്രൈപോഡ് വരുന്നുണ്ട്, ഒരു USB കേബിൾ, ഒരു പൗച്ച് ഞാൻ പറഞ്ഞു മൈക്കിൻ്റെ. പിന്നെ മൈക്കിൻ്റെ മുകളിൽ നമ്മളൊരു സ്പോഞ്ചിനെ കൊണ്ടുള്ള ഒരു സാധനം വരുന്നുണ്ട്. അതായത് നമ്മുടെ വോയിസൊക്കെ ക്ലിയറായിട്ട് ഡിസ്റ്റർബൻസ് ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ കൂടാതെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട് ക്യാമറയുടെ. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ക്രിയേറ്റർ കോംബോ ഓസ്മോ പോക്കറ്റ് 3യുടെ ഇതിൽ വരുന്ന സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങൾ. ഇതാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. ചെറിയ ക്യാമറയാണ്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന ക്യാമറയാണ്. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആർക്കും കൂടുതലായിട്ട് കാണത്തില്ല, അത്രയും ഒതുങ്ങിയൊരു ക്യാമറയാണ്. കൈ തന്നെ നമുക്കിത് ഇങ്ങനെ പിടിക്കാം, ജസ്റ്റ് പിടിക്കാം. ഇതാണ് ക്യാമറ വരുന്നത്. ഓക്കെ, നോക്കാം. അടുത്ത വരുന്നത് ഇതിൻ്റെ കേസാണ്. ഇതാണ് കേസ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കേസാണ്. അത് നമുക്ക് ജസ്റ്റ് നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇത് താഴോട്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കൊണ്ട് നടക്കാം. നമുക്ക് എവിടെയും പോകുമ്പോൾ ഇങ്ങനെ പിടിച്ച് നടന്നാൽ മതി. നമുക്ക് അത്രയും പ്രൊട്ടക്ഷനാണ്. ക്യാമറ ഇവിടെയാണ് ഇതിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ കവർ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ഇത് ക്യാമറയായി, ഇത് ബാഗ് വേറെയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒരു ചെറിയൊരു ഹാൻഡിൽ. ഇതിനെ എക്സ്ട്രാ കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഈ ക്യാമറയുടെ ഇവിടെ നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ USB കണക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ സാധനം. ഓക്കെ, ഇതിന് ഈ സൈഡിലായിട്ട് USB-യുടെ C ടൈപ്പ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു C ടൈപ്പ് ഒരു പോയിൻറ്റും കൂടി ഉണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലാതെയും ചാർജ് ചെയ്യാം. ഇതില്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ഇതിവിടെ പ്രസ് ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. പ്രസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെയും നമുക്ക് ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട്, ഈ ഒരു പോയിൻ്റ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഈ ഒരു എക്സ്ട്രാ ബാറ്ററി. ഇത് എക്സ്ട്രാ ബാറ്ററിയാണ്. ഇതും കൂടി നമുക്ക് ഈ ക്യാമറയുടെ ബാറ്ററി ഫിനിഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് റൺ ചെയ്യിക്കാം ക്യാമറ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ എക്സ്ട്രാ ബാറ്ററിയാണ്. ഇത് ഇവിടെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടുന്നേ ഉള്ളൂ. അന്നേരം ക്യാമറയുടെ നമുക്ക് പിടിക്കാനൊക്കെ ഒരു സൗകര്യമായിരിക്കും.
ഓക്കെ, അതിനിവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും, നമുക്ക് ഒരു ഈസി ആയിരിക്കും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. മറ്റേതാകുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ മാത്രം ഇങ്ങനെ പിടിക്കേണ്ടി വരും. ഓക്കെ, കണ്ടോ, നമുക്കിവിടെ ബാറ്ററി ഡിസ്പ്ലേ ഒക്കെ കാണിക്കും. ഇപ്പം ഇതിലുള്ള ബാറ്ററി എത്രയാണ് പെർസെൻറ്റേജ് ഉള്ളത് എല്ലാം ഇതിൽ തന്നെ കാണിക്കും. ഓക്കെ, ഇതിങ്ങനെ റിമൂവ് ചെയ്യാം. അടുത്ത വരുന്നത് ഇതിൻ്റെ ട്രൈപോഡാണ്. ഇതാണ് ട്രൈപോഡ് വരുന്നത്. ഓക്കെ, ട്രൈപോഡ് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ എക്സ്ട്രാ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇതിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ്. ഇതാണ് ട്രൈപോഡ് വരുന്നത്. പിന്നെ വരുന്നതാണ് മൈക്ക്. ഇതാണ് മൈക്ക് വരുന്നത്. ഇത് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. നമ്മുടെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്യുന്നില്ല ആ സാധനം, DJ-യുടെ മൈക്ക്. നമ്മുടെ നോർമൽ ബോക്സ് വാങ്ങുവാണെങ്കിൽ ഇതിപ്പം കോംബോ ആണ്. അല്ലാതെ നോർമൽ ആണെങ്കിൽ ഈ മൈക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്കെല്ലാം കിട്ടും. നമ്മൾ പിന്നീട് മൈക്കൊക്കെ വാങ്ങണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണമല്ലോ, എല്ലാം ബെറ്റർ ഒന്നിച്ചുണ്ട്. പിന്നെ ഇതാണ് വരുന്നത്, ഒരു സ്പോഞ്ച് വരുന്നുണ്ട്, ഒരു സ്പോഞ്ച് ടൈപ്പ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഒക്കെ നല്ല ക്ലാരിറ്റി ആയിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിവിടെ വെച്ചിട്ട് ഇതാ മൈക്ക് നമ്മൾ കാണാറില്ലേ ചില വീഡിയോസിലൊക്കെ മൈക്കിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അത് വരുന്നത്. പിന്നെ വരുന്നത് ഇതിന് നമുക്ക് ഈ ക്യാമറയ്ക്ക് 2 മൈക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത മൈക്കിന് വേണ്ടിയിട്ടുള്ള വാങ്ങിക്കഴിഞ്ഞാലുള്ള മാഗ്നറ്റാണിത്. ഈ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു എക്സ്ട്രാ ലെൻസാണ്. നമ്മുടെ ഈ ക്യാമറയ്ക്ക് എക്സ്ട്രാ ഒരു ലെൻസും കൂടി നമുക്ക് ഫിക്സ് ചെയ്യാം, വൈഡ് ആംഗിൾ ലെൻസ്. ഇപ്പോൾ ഉള്ള ക്യാമറയിലും കൂടുതൽ വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. ഇത്രയും ആക്സസറീസാണ് നമ്മുടെ ഈ ക്യാമറയ്ക്കുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് ക്യാമറ. അപ്പോൾ നമ്മൾ ഓണാക്കുന്നു. ഉണ്ടോ, ഇതാണ് ക്യാമറ. ഞാൻ ജസ്റ്റ് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സെറ്റിങ്സിലാണുള്ളത്. നമുക്ക് ഈ ക്യാമറയുടെ സ്ക്രീന് ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ഒരു മോഡിലേക്ക് നമുക്ക് മാറാം. കണ്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേപോലെ നമ്മൾ എങ്ങനെ കുലുക്കിയാലും നമുക്കൊരു സ്റ്റെബിലൈസേഷൻ കിട്ടും, വീഡിയോയിൽ അനങ്ങത്തില്ല. അതേപോലെ നമുക്ക് സെൽഫി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെയുണ്ട്, ക്യാമറ ഓട്ടോമാറ്റിക്കലി അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് വരും. ഇതിപ്പോൾ എൻ്റെ ഫേസാണ്, ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അതേപോലെ തന്നെ വേറെ പ്രത്യേകമാണ് ഫേസ് ട്രാക്കിംഗ്. അതായത് നമ്മൾ ഈ ജസ്റ്റ് നമ്മൾ ഏതാണ് ട്രാക്ക് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ മൂവ് ചെയ്താലും ഈ ക്യാമറ ഇതേപോലെ മൂവ് ചെയ്യും. നിങ്ങൾക്ക് കാണാം, ക്യാമറ ഇതേപോലെ വരും. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ജസ്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ ഇവിടെ ഇതിനെ ഒരു അതായത് ഗിംബൽ ടൈപ്പ്, ഇതിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് റൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ക്യാമറ മൂവ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഉണ്ട്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ മാറിക്കോളും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ ആ ഒരു ഇതിലേക്ക് നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു ക്യാമറയാണ്, കുറച്ച് വിലയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു ക്രിയേറ്റേഴ്സൊക്കെ നമ്മൾ വാങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരാഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. കുഴപ്പമില്ല, വീഡിയോസൊക്കെ എടുത്ത് നല്ല വീഡിയോ, ഞാൻ ഈ കുറേ വീഡിയോ എടുത്ത് ചാനൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കും. നല്ല ക്ലാരിറ്റിയാണ്, 4K ആണ്. ഷോർട്സൊക്കെ എടുക്കുന്നതാണ്, ഈ ഒരു പൊസിഷനിൽ എടുക്കുന്നതാണെങ്കിൽ 3Kയിലാണ് കിട്ടുക. പക്ഷേ കൺവേർട്ട് ഇതിലേക്ക് പോവാണ് 4Kയിലേക്ക് മാറും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അത് 4Kയിലേക്ക് മാറും. ഓക്കെ,
ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇവിടെ പവർ ഓഫ് ബട്ടൺ ഉണ്ട്. കൺട്രോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. സ്ക്രീനിൽ താഴോട്ടായി കഴിഞ്ഞാൽ എല്ലാ സെറ്റിങ്സും നമുക്ക് ഇവിടെ കിട്ടും. മുകളിലേക്ക് ടച്ചാണ്. എല്ലാ സെറ്റിങ്സും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ സൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ ഉണ്ട്. സൂം ഔട്ടൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, നല്ലൊരു ക്യാമറ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറ. ഓഫ് ബട്ടണാണ് ഇവിടെ, പവർ ഓഫ് ഓൺ ബട്ടണാണ് ഇവിടെ. ഇത് റെക്കോർഡിങ്, ആദ്യം റെക്കോർഡ് വരും, പിന്നെ ഒന്നുകൂടെ അമർത്തി പിടിക്കുകയാണ്. ഇതിപ്പോൾ റെക്കോർഡിങ്ങിലാണുള്ളത്. ഒന്നും കൂടെ അമർത്തി റെക്കോർഡ് ഓഫായി, പിന്നെ ഒന്നും കൂടെ അമർത്തി പിടിക്കുക, കുറച്ചൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓഫായി ക്യാമറയൊക്കെ അതിൻ്റെ പൊസിഷനിലേക്ക് വന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിൽക്കും. വീണ്ടും ഓൺ ആക്കുവാണെങ്കിൽ ഇതാ ഇത്രയേ ഉള്ളൂ. ക്യാമറ ആ ഒരു പൊസിഷനിലേക്ക് മാറും. നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ പവർ ഓഫായി ക്യാമറ വന്ന് അതിന്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓപ്പറേഷൻസൊക്കെ സിമ്പിളാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രൈപോഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിവിടെ കണക്ട് ചെയ്തു. അങ്ങനെ നമുക്കൊരു ട്രൈപോഡ് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. എവിടെയും വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഒറ്റയ്ക്ക് നമ്മൾ എടുക്കുമ്പം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ സാധനമാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ സെൽഫി എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഫേസ് ട്രാക്കിംഗ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മൾ പോകുന്നതനുസരിച്ചിട്ട് ക്യാമറയും നമ്മുടെ ആ ആംഗിളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കൊരു ക്യൂട്ട് സെറ്റാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ട്രാക്കിങ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അത് ജസ്റ്റ് ട്രാക്ക് ചെയ്തു. ഓക്കെ, ആ ബോക്സ് അതാണ് ഇപ്പോൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബോക്സ് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഈ ക്യാമറയും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഫേസ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞത്. കണ്ടോ, ക്യാമറയും മൂവ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അത് നമ്മളെ ആയാലും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ക്യാമറയും മൂവ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഈ ക്യാമറയുടെ ചെറിയൊരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് അൺബോക്സിങ്ങും കാര്യങ്ങളും. കൂടുതൽ വീഡിയോ എടുത്തിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പുതിയൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, ഇതിവിടെ പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. ഇതിൽ വേറെ റേറ്റാണ് സ്ട്രാപ്പ്. ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി. നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന വേറൊരു സാധനമാണ് ഇതിൻ്റെ പൗച്ച്. ഓക്കെ, ഇതാണ് DJയുടെ പൗച്ച് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട്. ഇവിടെ ക്യാമറ വെക്കാം. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഓക്കെ, ഇവിടെ കാണാമല്ലോ, ഇതിവിടെ വെക്കാം. ഇതിൻ്റെ ഇത് ഈ ഒരു പൊസിഷനിൽ വെക്കാം. മൈക്ക് വരുന്നത് ഇവിടെ വെക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ ട്രൈപോഡ് ഇത് ഈ ഒരു കോർണറിൽ ഇവിടെയായിട്ട് വെക്കാം. ലെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് വന്നത്. പക്ഷേ ഈ ഒരു കവർ നമുക്ക് ഇതിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും കൂടി ഇതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിരുന്നു പുറത്തുണ്ടായത്. ഇതിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതും എടുത്തുകൊണ്ട് പോവാം എവിടെയും. സിമ്പിളാണ്, ചെറിയൊരു കവറല്ലേ ഉള്ളൂ. പക്ഷെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതും കൂടി വെക്കാൻ പറ്റുന്ന ഒരു കവറാണ് നല്ലതായിരുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ കേബിൾ വരുന്നത്. ഒരു C ടൈപ്പ് കേബിളാണ് വരുന്നത്. അതിൻ്റെ ചാർജിങ് വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മെൻഷൻ ചെയ്ത് 36 വരെ, നമ്മൾ മാക്സിമം 36 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് തന്നെ ചാർജ് ആവും. അതേപോലെ നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ ബാറ്ററി വരുന്നുണ്ടല്ലോ. ഈ എക്സ്ട്രാ ബാറ്ററിയൊക്കെ നമുക്ക് ഈ ഫോണിൽ തന്നെ
ഈ ക്യാമറയിൽ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ഇതൊരു നമുക്കൊരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനുണ്ട്, അഡ്വാൻറ്റേജാണ്. നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്യാം. ഓക്കെ, ഇതിന് സെപ്പറേറ്റ് ആപ്പ് വരുന്നുണ്ട്. ആപ്പ് നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഡയറക്റ്റ് നമുക്ക് ഇതിലെടുക്കുന്ന വീഡിയോസും നമുക്ക് ഫോട്ടോസ് ആയാലും എല്ലാം നമുക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫോണിലേക്ക് മാറ്റാൻ പറ്റും. കൂടാതെ USB വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഞാൻ വാങ്ങിയ ഒരു സാധനം എന്ന് വെച്ചാൽ, ഇതിന് പുറമേ ഞാൻ വാങ്ങിയതാണ് ഇതിൻ്റെ മെമ്മറി കാർഡ്. ഇതിൻ്റെ കൂടെ മെമ്മറി കാർഡ് വരുന്നില്ല, ഇവിടെയാണ് മെമ്മറി സ്ലോട്ട് വരുന്നത് ചെറിയ. ഞാനൊരു 256ൻ്റെ മെമ്മറി കാർഡ് വാങ്ങി, 256 GB. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിയത് ഇതിൻ്റെ ഇവിടെ ഈ വരുന്ന ഗ്ലാസ്സിനൊരു കവർ വാങ്ങി, സ്ക്രീൻ ഗാർഡ്. അതേപോലെ ഇവിടുത്തെ ലെൻസിന് ഒരു സ്ക്രീൻ ഗാർഡ് വാങ്ങിയിട്ടുണ്ട്. എക്സ്ട്രാ ഞാൻ വാങ്ങിയത് അത്ര 2 സാധനമേ ഉള്ളൂ. പിന്നെ ഒരു സാധനം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കവർ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റത്തില്ല, അപ്പോൾ കൊണ്ടു നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊരു പൗച്ച് വാങ്ങി. ഇതാണ് ആ പൗച്ച്. ഞാൻ മാറ്റിയാം, ഇവിടെ നിന്ന് മാറ്റി. ഇതാണ് ആ പൗച്ച് വരുന്നത്. ഈ ഒരു പൗച്ച് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇവിടെ ഒമാനിലെത്തിയിട്ട് വാങ്ങിയതാണ് ഓൺലൈനിൽ. ഓക്കെ, DJയുടെ ഒരു പൗച്ച്. ഇതിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഈ ക്യാമറ ഇതാകുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഈ ക്യാമറയ്ക്ക്. നമ്മൾ വില കൂടിയ ക്യാമറയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൊട്ടക്ഷനും വേണം. അങ്ങനെ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും, എവിടെയും പോകുമ്പോൾ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ ലോക്കായി. കൂടാതെ ഈ ഒരു കേസും കൂടി നമ്മളെപ്പോഴും ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊണ്ട് നടക്കാനൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഓക്കെ, കൂടാതെ ഈ ഒരു ബാറ്ററി അവിടെ വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ട്രൈപോഡ് ഇവിടെ വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന മൈക്കും കാര്യങ്ങളാണ്. ആ മൈക്കും കാര്യങ്ങളും വേണം നമുക്ക്. ഇതിൻ്റെ ഇവിടെ ഒരു പൗച്ച് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സേഫായിട്ട് നമുക്ക് ഇവിടെ വെക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാ ആക്സറീസും നമുക്ക് ഇതിൽ തന്നെ വെക്കാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് അടച്ച് വെച്ച് നമുക്ക് ക്യാരി ചെയ്യാം. അത് സിമ്പിളാണ്, കണ്ടോ? അത് സിമ്പിളായിട്ട് കൊണ്ടാകും. ചെറിയ പൗച്ചാണ്, വലിയൊന്നുമില്ല. ഇതിനെക്കാട്ടിയും കുറച്ചൊരു വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ വാങ്ങുന്നവർ ഇങ്ങനെ ഒരു കവറും കൂടി വാങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കവർ, എല്ലാം കറക്റ്റായിട്ട് വെക്കുന്ന കവർ വരുന്നുണ്ട്. ഞാനൊന്ന് എടുത്തിരുന്നു, വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് കുറച്ച് വലിപ്പമുണ്ട്, ഇതാകുമ്പോൾ കുറച്ച് ചെറുതാണ്. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിങ്ങനെ ഒരു കവർ വാങ്ങുന്നത് നല്ലതാണ്, നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ. ഇതിൽ അത്ര ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ, കുറച്ച് അമർന്നു പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഡാമേജ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതാകുമ്പം ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ തുറക്കാം, നമുക്ക് യൂസ് ചെയ്യാം, സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. DJയുടെ ഓസ്മോ പോക്കോ 3. അപ്പം ഇതിൻ്റെ വില ആമസോണിൽ വരുന്നത്, ഞാൻ വാങ്ങിയത് 69,999 ആണ്. 69 അറൗണ്ട് 70,000 ആയി. പിന്നെ ഞാനൊരു മെമ്മറി കാർഡ് വാങ്ങി, കൂടാതെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷനും വാങ്ങി. അപ്പം അതിനെല്ലാം കൂടി വരുന്നത് ഒരു 4,000 റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 74,000ഓളം ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കവറും കാര്യങ്ങളൊക്കെ വരുമ്പം അറൗണ്ട് 75,000 നമുക്ക് ഇതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അധികമൊന്നും യൂസ് ചെയ്തില്ല, എന്നാലും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു. ഞാൻ നാട്ടിൽ പോയപ്പോൾ, ഗോവയിലൊക്കെ പോയപ്പം ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത്, ഇത് വാട്ടർ പ്രൂഫ് അല്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് അല്ല എന്നുള്ളത് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ക്യാമറയ്ക്ക്. പിന്നെ ഞാനത് നോക്കിയില്ല, വെള്ളത്തിലിറങ്ങി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് വേണം നമുക്ക് വേറെ ക്യാമറ വാങ്ങാം, അല്ലേ?
ഒരുപാട് ക്യാമറാസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എനിവേ, ഇതിൻ്റെ ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കെ, ഈ അൺബോക്സിങ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതിന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം, ഒരു ദിവസം ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.